സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പള വർധനവിൽ കരട് വിജ്ഞാപനമിറക്കി തൊഴിൽ വകുപ്പ്. നഴ്സുമാരുടെ ഏറ്റവും കുറഞ്ഞ ശമ്പളം 24,290 മുതൽ 29,390 വരെയാക്കി. മുൻകാല പ്രാബല്യത്തോടെ വേതന വർധനവ് ലഭിക്കും. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, 29,000 വരെയാക്കി ഏറ്റവും കുറഞ്ഞ ശമ്പളം. പക്ഷേ അവർ 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു തീരുമാനത്തോട് നഴ്സുമാർ യോജിക്കുമോ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? നിലവിൽ ഈ ഒരു ശമ്പള പരിഷ്കരണ വിജ്ഞാപന പ്രകാരം ഈ ഒരു വിജ്ഞാപനം, കരട് വിജ്ഞാപനത്തെ എതിർക്കാനുള്ള സാധ്യതയാണ്, അംഗീകരിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് UNA-യുടെ പക്കൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം UNA-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വലിയൊരു രീതിയിലുള്ള ഒരു വിജ്ഞാപനം തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ പക്കൽ നിന്നും ഇറക്കിയിട്ടുള്ളത്. ഈ കരടിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ 60 ദിവസത്തിനകം അറിയിക്കാനുള്ള സാവകാശവും സർക്കാർ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ നഴ്സുമാരെ 8 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ഇപ്പോൾ ഈ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അതിൽ നഴ്സസ് മാനേജർക്ക് 27,330 മുതൽ 33,080 വരെയാണ് ശമ്പളം. അതിൽ അവരുടെ എക്സ്പീരിയൻസും അതുപോലെ ആശുപത്രികളുടെ കിടക്കകളുടെ എണ്ണവും വെച്ചിട്ടാണ് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു സ്കെയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ നഴ്സിംഗ് സൂപ്രണ്ടിന് 27,170 മുതൽ 32,870 വരെയാണ് സ്കെയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് 3 അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ടാണ്, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്. ഇത് പ്രവൃത്തി പരിചയം 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഇതിന്റെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇവർക്ക് 26,770 മുതൽ 32,320 വരെയാണ് ഇവരുടെ ഒരു ശമ്പള സ്കെയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് 4 ഹെഡ് നഴ്സ് ആണ്. ഇവരുടേത് 26,690 മുതൽ 32,090 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആശുപത്രികൾ, ഇവരുടെ സ്വകാര്യ ആശുപത്രികളുടെ കിടക്കകളും അവരുടെ എക്സ്പീരിയൻസും നിശ്ചയിച്ചുകൊണ്ടായിരിക്കും അവരുടെ ശമ്പള സ്കെയിൽ തീരുമാനിക്കുക. ഗ്രൂപ്പ് 6 വരുന്നത് സ്റ്റാഫ് നഴ്സ് GNM BSc രജിസ്ട്രേഡിലാണ് വരുന്നത്. ഇവർ 10 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഇവരുടെ ശമ്പളം 25,450 മുതൽ 30,800 വരെയാണ്. ഗ്രൂപ്പ് 7 വരുന്നത്